ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാർട്ട് 2 ആട്ടോ ഇത്, പത്രമാറ്റിൻ്റെ. അങ്ങനെ നമ്മുടെ നവീനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അനി പറയുവാണ്. ഇത്തവണ മുത്തശ്ശനല്ല മുത്തശ്ശിയാണ് അവളുടെ ചെവിക്കൽ തീർത്തു കൊടുത്തതെന്നുള്ള കാര്യം. അവർ അങ്ങനെ ചെയ്തു എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ അതേതായാലും നന്നായി എന്ന് നവീൻ പറഞ്ഞു. അവരിവിടെ വന്ന് കാശ് ചോദിച്ചോണ്ടിരിക്കുകയാടാന്ന് അനി പറയാം. സംഭവം കൊള്ളാമെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് നവീൻ പറഞ്ഞു കേട്ടോ. എടാ, അവർ ഈ ഒരു സാഹചര്യം തുക കൈവടത്തിപ്പെടുത്തിയതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത ബാർഗൈനിങ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിലും ഞങ്ങൾ പൈസയൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അനി. അല്ലാതെ തന്നെ അവളുമായിട്ട് ബന്ധം പിരിയാൻ ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ എന്നും അനി പറയുവാണ്. ദേ എടാ, എത്രയും പെട്ടെന്ന് അത് നോക്കിയാക്കി താടാ എന്ന് അനി ഇങ്ങനെ നവീനോട് പറയുമ്പം ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാമെന്ന് നവീൻ പറയണു. എന്തായാലും ഇത്തവണ ജഡ്ജി ആയിട്ടാണല്ലോ സിറ്റിങ്. അവിടെ നിനക്ക് പറയാനുള്ളതൊക്കെ നീ പറയണമെന്നും അവളുടെ ഭാഗം എന്താന്ന് വെച്ചാൽ പറയട്ടെ എന്നും പറയുക. അവളുടെ ഭാഗം ന്യായീകരിച്ചല്ലേ പറയത്തുള്ളൂ. എടാ, അതെല്ലാവരും അങ്ങനെ തന്നെയല്ലേ സംസാരിക്കത്തുള്ളൂ. എന്തായാലും അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നീ നോക്കാൻ പറഞ്ഞു നവീൻ. എത്രയും പെട്ടെന്ന് നമുക്കിതിനൊരു അവസാനം ഉണ്ടാക്കാൻ നോക്കാമെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഞാൻ കുറച്ചെങ്കിലും സ്വാർത്ഥനാകുന്നുണ്ടോ എന്ന് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നവീൻ ചിന്തിക്കാം. ഇല്ല, അതിനേക്കാളും സ്വാർത്ഥൻ അവനല്ലേ. അവന് നന്ദുവിന് ഇഷ്ടമായിട്ടും അത് പറയാതെ ഞങ്ങൾക്കിടയിൽ കിടന്ന് നാടകം കളിച്ചവനല്ലേ എന്നിങ്ങനെ നവീൻ മനസ്സിൽ ചിന്തിക്കുവാണ്. ഈ സമയം പിന്നെ കാണിക്കുന്നത് അവിടെ നന്ദുവും ആദർശവും ഒക്കെ കൂടി ഒന്ന് സംസാരിക്കുമ്പോൾ നയനെ അങ്ങോട്ടേക്ക് വന്നു. എന്തായി കാര്യങ്ങളെന്ന് ചോദിച്ചു. അന്ന് ഞാൻ ഹോട്ടലിൽ റെയ്ഡ് നടത്തിയപ്പോൾ പിന്നിലൂടെ ആരോ ചാടിപ്പോയെന്ന് നമ്മൾ സംശയിച്ചില്ലായിരുന്നോ? ആ ആളിൻ്റെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുവാണ് നന്ദു. ആ സമയത്ത് കൃത്യമായി നാഗേന്ദ്രനെ പൊക്കി നമ്മുടെ നന്ദു. ഇവനാണ് പേടിച്ച് വരച്ചൊക്കെ പോകുന്ന കണ്ടപ്പം ഇത് മുഖം മൊത്തത്തിൽ മറിച്ചിരിക്കുകയാണല്ലോ എന്ന് നയന പറഞ്ഞു. ഒരു കാരണവശാലും ആളെ തിരിച്ചറിയരുത്. ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നു ആദർശ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ. ഇത് സേവിയറിന് അയച്ചു കൊടുത്താൽ ആളിൻ്റെ ഇമേജ് എടുക്കാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. എങ്കിൽ അയാളെ ഞാൻ കണ്ടെത്താം ആദർശേട്ടാ എന്ന് പറയുമ്പം കണ്ടെത്തിയാലും അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതിന് വേണ്ടുന്ന തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല എന്ന് പറയുമ്പം എങ്കിലും കിങ് കോബ്ര എന്നറിയപ്പെടുന്ന ആള് ഇയാളാണോ എന്ന് നമുക്ക് നോക്കാലോ ആദർശേട്ടാ എന്ന് പറയുമ്പോൾ അത് ഇയാളാവാൻ തന്നെയാണ് സാധ്യത. എപ്പോഴും റെയ്ഡുണ്ടായാലും രക്ഷപ്പെടാൻ പാകത്തിന് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവരെന്നും ആദർശ് പറയുന്നു. അയാൾ ആ സമയത്ത് പോയ കാറിൻ്റെ നമ്പറും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ നമ്പറിൽ RTO രജിസ്ട്രേഷനിലുള്ളതൊരു ബൈക്കാണെന്ന കാര്യം പറയുന്നു നന്ദു. അതായത് വ്യാജ നമ്പർ പ്ലേറ്റ് ആണ് ആ കാറിനുള്ളതെന്ന്. ആ കാറിനെ ചുറ്റിപ്പറ്റിയൊരു അന്വേഷണം ഒന്ന് നടത്തണമെന്നും നന്ദു പറയുവാണ്. മൊത്തം തെളിവുകളും പൊക്കിക്കഴിഞ്ഞവർ. അപ്പം അതിനെ അന്വേഷിച്ചിട്ടൊന്നും കാര്യമില്ല. എവിടെയെങ്കിലും കത്തിക്കരിഞ്ഞൊരു കാറ് കിടപ്പുണ്ടെങ്കിൽ അത് ആ കാറായിരിക്കും എന്ന് ആദർശ് പറയുക. കോടികൾ അമ്മാനമാടുന്ന ഒരുത്തന് ജ്വല്ലറിയുടെ തലപ്പത്തിരിക്കുന്നവന് അയാൾക്ക് എത്ര വലിയ ആഡംബര കാറും കത്തിച്ച് കളയാനുള്ള കപ്പാസിറ്റി കാണുമെന്നും ആദർശ് പറയുക ഇവരോട്. അങ്ങനെ ഇവർ സത്യത്തിൻ്റെ അടുക്കലേക്ക് എത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നന്ദുവിൻ്റെ ഫോൺ റിങ് ചെയ്തു. അപ്പോഴത്തേക്ക് അനിയുടെ കോള്. ഇവനെന്ത് ഈ സമയത്ത് വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നന്ദു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ആദർശേട്ടാ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു യാത്ര പറഞ്ഞിറങ്ങും. അപ്പോൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് നന്ദു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ വേഗം ഫോൺ എടുത്തു. നീ എന്തിനാ ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിച്ചു. ദേ, കോടതി വിളിക്കുന്ന ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ ആയി വന്നിരിക്കുകയല്ല, അതിന് മുമ്പ് നിന്നെ കാണണമെന്നുണ്ടെന്ന് പറഞ്ഞു. നീ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം ഞാനിപ്പോൾ നിൻ്റെ സ്റ്റേഷനടുത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അനി പറയുമ്പം, എടാ ഞാനിവിടെ ആദർശേട്ടൻ്റെ ഗസ്റ്റ് ഹൗസിൻ്റെ മുന്നിലാണ് ഉള്ളത്. ഒരു കാര്യം ചെയ്യുക, നീ അവിടെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കുക, ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞു നന്ദു. അല്ല നിനക്ക് തിരക്കൊന്നുമില്ലല്ലോ? അപ്പോൾ തിരക്കൊക്കെ ഉണ്ട്, എങ്കിലും നിന്നെ ഒന്ന് കണ്ടിട്ട് പോയിക്കോളാം എന്ന് നമ്മുടെ നന്ദു. അങ്ങനെ അതും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ആദർശം നയനയും കൂടെ അവിടെ ഇരുന്ന് നമ്മുടെ നന്ദുവിനെ പറ്റി വീടിനകത്തിരുന്ന് സംസാരിക്കാം. അവളവിടെ ജോലിക്കിടയിലും നമുക്ക് വേണ്ടി സമയം മാറ്റി വെക്കുന്നുണ്ട് എന്ന് പറയുവാണ് നയന. എന്തായാലും അതിന് ഫലം കാണുന്നുണ്ടല്ലോ എന്ന് ആദർശ്. ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞില്ലേ, നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ആദർശ്. പക്ഷേ അതിനിടയിൽ എന്നെ അലട്ടുന്നത് നിന്റെ കാര്യമാണ് എന്ന് ആദർശ് പറയുമ്പം എൻ്റെ കാര്യമൊന്നും നോക്കണ്ട ആദർശേട്ടാ. അപ്പം നോക്കണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിനക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണമെന്നല്ലേ മുത്തശ്ശി അമ്മയൊക്കെ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ തന്നെ അവർ പറയുന്നത് 100% ശരിയല്ലേ? നിനക്കല്ലേ ഞാൻ ആദ്യ പരിഗണന തരേണ്ടതെന്നതിനെ. അത് ആദർശേട്ടൻ എനിക്കിപ്പോൾ തരുന്നുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അങ്ങനെ എന്നാലും എൻ്റെ ശ്രദ്ധ പലപ്പോഴും നിൻ്റെ അടുത്ത് നിന്ന് പാളിപ്പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് ആദർശ് പറയുമ്പം അങ്ങനെ ഒന്നും ഇല്ലാന്നേ, അതൊക്കെ ആദർശേൻ്റെ വെറും തോന്നൽ മാത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ചെല്ലണ്ടേ? അനിയൊക്കെ ആയിട്ട് വീട്ടിലുള്ള എല്ലാവരുമായിട്ട് നമ്മൾ എത്ര നന്നായി പോയിക്കൊണ്ടിരുന്നതാ. അതൊക്കെ കേട്ടപ്പോൾ ആദർശിനും ഒരു ആഗ്രഹം.
പക്ഷേ അവിടെയും ചില വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ട്. എൻ്റെ അപ്പച്ചിയും നിൻ്റെ ചേച്ചിയും അഭിയൊക്കെ അങ്ങനെ തന്നെയാണെന്നൊക്കെ പറയുന്നു. പിന്നെ അത് വെച്ച് നോക്കുമ്പം ഇവിടെ തന്നെയാണ് സേഫ്. എങ്കിലും രാവിലെ മുതൽ രാത്രി വരെ അവിടെയാണെങ്കിലും ഞാൻ എൻഗേജ്ഡ് ആയിരിക്കും. എപ്പോഴും മിണ്ടാനും പറയാനും കൂടെ അമ്മയും മുത്തശ്ശിയും ഒക്കെ കാണുമെന്നും നയന പറയാം. പിന്നെ ഇവിടെ ആദർശേട്ടൻ പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു ഒറ്റപ്പെടലാണെന്നും നയന പറയുവാണ്. അതും നീ പറഞ്ഞു ശരിയാ. അയ്യോ എന്ന് വെച്ച് ഇപ്പം ആദർശേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നൊന്നും മുടക്കണ്ട കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എത്തേണ്ടടുത്ത് എത്തിച്ചേരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുന്നു. എന്നാൽ ഇയാൾ ആരായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുക നമ്മുടെ ആദർശം നയനി. അത് കഴിഞ്ഞ് പിന്നെ അനിയും നന്ദുവും കൂടി ഇങ്ങനെ യാത്ര ചെയ്യുക. അപ്പം നന്ദു അനിയോട് ചോദിച്ചു, നിനക്ക് ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു. പിന്നെ അവൾ പിരിഞ്ഞു പോകുന്നത് വരെ ആ ടെൻഷൻ എന്തായാലും എനിക്ക് ഉണ്ടാകുമെന്ന് അനി നന്ദുവിനോട് പറയണം. അവളെന്ന് ജഡ്ജിയുടെ മുന്നിൽ ഡിവോഴ്സിന് സമ്മതിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് നഷ്ടപരിഹാരമൊന്നും കിട്ടാത്തത് കൊണ്ട് അങ്ങനെ പെട്ടെന്ന് അവൾ വേർപിരിയുമെന്നൊന്നും തോന്നുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു നന്ദു. അവൾ ചെയ്ത പ്രവർത്തികളെല്ലാം കോടതിയുടെ മുന്നിലുണ്ടല്ലോ, പിന്നെ കോടതി ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുക്കട്ടെ എന്നും അനി പറയാം. അപ്പോൾ അവൾ ഇനിയിപ്പോൾ നഷ്ടപരിഹാരം കിട്ടാതെ ഡിവോഴ്സിന് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വന്നാൽ കാലങ്ങൾ നീണ്ടു പോകും എന്ന് അനി പറയാം. നിനക്ക് വേണ്ടി എത്ര കാലം കാത്തിരിക്കാനും ഞാൻ തയ്യാറല്ലേടാന്ന് അനിയോട് നന്ദു. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിന്നെ വീട്ടുകാർ നിർബന്ധിക്കത്തില്ലേ കല്യാണത്തിനെന്ന് ചോദിക്കുമ്പം അവരെയൊക്കെ നിർത്താൻ എനിക്കറിയാടാ എന്ന് നമ്മുടെ നന്ദു അനിയോട് പറയുവാണ്. അപ്പം അങ്ങനത്തെ നമുക്ക് നവീനേട്ടനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ എന്ന് നന്ദു ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ അവനോട് ചോദിച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ ഇരിക്കുന്നു. ഇന്ന് നമുക്ക് 3 പേർക്കും കൂടി ഒരു ഡിന്നർ അറേഞ്ച് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. എന്തിനാ ഈ 3 ആള്, നമ്മൾ രണ്ടുപേരും പോരാ എന്ന് അനി ചോദിക്കുമ്പം ഇങ്ങനെ സ്വാർത്ഥനാകരുത് കേട്ടോ എന്ന് നന്ദു അനിയോട് പറയാം. നവീനേട്ടൻ ഒരുപാട് ഉപകാരങ്ങളൊക്കെ നിനക്ക് ചെയ്തു തന്നിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു. നന്ദി കേട്ടവനൊന്നും അല്ല, പിന്നെ എങ്കിലും നിന്റെ കാര്യം വരുമ്പോൾ എനിക്ക് ചില സ്വാർത്ഥതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഇന്ന് കോടതി കഴിഞ്ഞ് നിന്നെ ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ അനി ഇങ്ങനെ നന്ദുവിനോട് പറയാം. അപ്പം നിന്നെ കാണുന്നതും നിന്നോട് സംസാരിക്കുന്നതുമാണ് എനിക്ക് കുറച്ച് ആശ്വാസം ഉള്ളതെന്നും പറഞ്ഞു. എടാ നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട, എല്ലാം നമുക്ക് ചെയ്യാലോ. പിന്നെന്താ, ഒന്നിനും സമയം കിട്ടാത്തത് നമ്മുടെ രണ്ടുപേരുടെയും തിരക്കുകൊണ്ടാണ്. പല കൂടിക്കാഴ്ചകളും നടക്കാത്തതിൻ്റെ കാരണവും അത് തന്നെയാണ്. എങ്കിലും നമ്മുടെ മനസ്സുകൾ ഒരിടത്തല്ലേടാന്ന് നന്ദു ചോദിച്ചു. അതിനകലം വന്നിട്ടില്ലല്ലോ എന്നും പറഞ്ഞു. എൻ്റെ സുഹൃത്താണ് നവീൻ, എങ്കിലും അവൻ ഞങ്ങൾ അകറ്റുമെന്ന് എൻ്റെ പേടിയെന്ന് അനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാം. അപ്പോൾ എന്താ നീ ഇരുന്ന് ആലോചിക്കുന്നത് നന്ദു ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ആലോചനകളും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു അനി. അങ്ങനെ ഇത് കഴിഞ്ഞു. നന്ദുവിനെ ഒരിടത്ത് ഇറക്കി വിട്ടു. അതിനുശേഷം ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അനി ഇങ്ങനെ പോവാം. എന്തായാലും ഇങ്ങനൊരു സംഭവം ആരും പ്രതീക്ഷിക്കത്തില്ല, അത് നീ മറന്നു പോകരുത് കേട്ടോ നന്ദു ഇങ്ങനെ പറയാം അനിയോട്. അങ്ങനെ നന്ദുവും അനിയും കൂടെ യാത്ര പറഞ്ഞു പിരിഞ്ഞു. ഇതിന് ശേഷം പിന്നെ കോടതി കാണിക്കുന്നത്. അപ്പോൾ നവീൻ അവിടെ നിൽപ്പുണ്ട്. കോടതിയിൽ നിന്ന് നവീൻ സംസാരിക്കുകയാണ് അനിയോട്. ഇന്നിപ്പോൾ കോടതിയിലെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ, അവിടെ നിനക്ക് പറയാനുള്ളതൊക്കെ നീ പറയണം എന്ന് നവീൻ പറഞ്ഞു കൊടുക്കുക. നിന്റെ നിസ്സഹായാവസ്ഥ കോടതിക്ക് അറിയാം, എങ്കിലും പെണ്ണിൻ്റെ ശബ്ദം കോടതി മുഖവിലക്കെടുക്കും. നമ്മൾ ആണുങ്ങളുടെ ശബ്ദത്തെക്കാൾ കൂടുതൽ അത് അങ്ങനെ ആയിരിക്കും എന്നും അനിയോട് പറഞ്ഞു കൊടുക്കുക. ഇപ്പം അതിന് മാറ്റമൊക്കെ വരുന്നുണ്ട്, ഇപ്പോൾ ഒരു സമത്വമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്കിലും പൂർണ്ണമായ അർത്ഥത്തിൽ അതിങ്ങോട്ട് വന്നിട്ടില്ല എന്നും പറഞ്ഞു. പിന്നെ നിങ്ങളെ കേൾക്കുന്നത് ഒരു വനിതാ ജഡ്ജി ആയതുകൊണ്ട് അവരുടെ മാനസികാവസ്ഥ എന്താണെന്നൊന്നും നമുക്ക് പറയാനും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുള്ളത് അവൾ ഒരുപാട് തവണ ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ അവൾ പ്ലേറ്റ് മാറ്റി കളിച്ചുകൊണ്ടിരിക്കുകയാടാ എന്ന് അനി പറയുന്നു. പറഞ്ഞു തീർന്നില്ല. അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് വന്നു, വേണുവും അനാമികയും കൂടി. അപ്പോൾ ഇവർ നിൽക്കുന്നത് കണ്ടു. അപ്പോഴേക്കും രണ്ടുപേരുടെയും ഭാവമൊക്കെ ഭയങ്കര തലയെടുപ്പോട് കൂടിയാണ്. അപ്പോൾ ഈ കാറിന് പെട്രോൾ അടിക്കാനൊക്കെ അയാളുടെ കാശുണ്ടോയെന്ന് ചോദിച്ചു. കടം വാങ്ങുന്നുണ്ടാവൂടാന്ന് നവീൻ നേരം പറഞ്ഞു. അതുകൊണ്ടാണല്ലോ കടം പെരുകിയത് എന്നും നവീൻ ഇങ്ങനെ പറയുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കോടതിയിലേക്ക് വരുന്നു. അപ്പോൾ ഇന്നത്തോടു കൂടി ഈ ഒരു കാര്യത്തിന് അവസാനം ഉണ്ടാകണമെന്നാകട്ടെ അനി പറയുന്നതെന്ന് നവീൻ ഇങ്ങനെ വേണുവിനോട് പറഞ്ഞു. അവസാനിപ്പിക്കാവല്ലോ, അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാനും മോളും കൂടി ഇവൻ്റെ വീട്ടിലേട്ട് 2 തവണ പോയത്. അന്ന് എന്താ ഉണ്ടായതെന്ന് ചോദിക്കുക. എന്നിട്ട് 2 തവണ പോയപ്പോഴും തല്ലിയാണ് ഞങ്ങളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് വേണു പറയുക. അപ്പം ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇങ്ങ് തന്നേക്ക്, അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാക്കിയേക്കാവെന്ന് പറയുമ്പം എടി അങ്ങനെ പൈസ തന്നിട്ടുള്ള ഒരു ഏർപ്പാടിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് അനി അനാമികയോട് പറഞ്ഞു. അവിടെ മുത്തശ്ശൻ പറഞ്ഞു തന്നെ എനിക്ക് ഇവിടെയും പറയാനുള്ളതെന്ന് പറയുമ്പം എൻ്റെ പൊന്നുമോനെ അനി, നീ അങ്ങനെ വാശി പിടിക്കുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് വാശിയില്ലാതിരിക്കുമോ എന്ന് വേണു. വക്കീൽ സാറിനും അറിയാം കാര്യങ്ങളൊക്കെ.
വക്കീലൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈ കേസിൽ നിന്ന് ഞങ്ങൾ വിട്ടു പോകണമെങ്കിലും ഞങ്ങൾ പറയുന്ന തുക ഞങ്ങൾക്ക് കിട്ടണം, അല്ലാതെ ഈ കേസ് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് അനി പറയുമെന്ന്. പിന്നെ നിങ്ങളങ്ങ് അവസാനിപ്പിച്ചോ, അത് വേണ്ടാന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? ഒരു തരത്തിൽ രക്ഷയില്ലാതെ വന്നാലുണ്ടല്ലോ അച്ഛനെ മോളെ ഞാൻ തല്ലി കൊല്ലുമെന്ന് നമ്മുടെ അനി പറയാം. എന്നിട്ടായാലും ഇവരുടെ ശല്യം ഞാൻ അവസാനിപ്പിക്കുമെന്നും അനി പറയണം. എന്തിനാടി ഈ താലി ഇങ്ങനെ കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നേ എന്നും അനി ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ടും നവീനൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ സ്വർണത്തിനൊക്കെ ഇപ്പോൾ വലിയ വിലയാണ് മോനെ. ഇവള് ഭർത്താവിനുള്ള സ്നേഹം കാത്തു സൂക്ഷിക്കാനല്ല ആ താലി കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നത്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലേ അതെങ്കിലും വിറ്റ് പിടിച്ചു നിൽക്കാമെന്ന് കരുതിയിട്ടാണെന്നൊക്കെ വേണു അനിയോട് പറയുവാണ്. നാണക്കെട്ട വർഗങ്ങളെന്ന് നേരം അനി. അപ്പം ഞങ്ങൾ അങ്ങനെയാ, മുന്നും പിന്നെ നോക്കാനില്ലാത്തവർക്ക് എന്തോന്ന് നാണമാണെന്ന് ഈ അനാമിക ചോദിച്ചു. എടാ നീ ഇവരോട് സംസാരിക്കേ, ഞാൻ അകത്തിരിക്കാം എന്നും പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറിപ്പോയി. അനി കയറിപ്പോയപ്പോൾ വക്കീലേ 5 പൈസ തരത്തില്ലെന്നാണ് കിളവൻ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അവൻ്റെ പക്ഷം നിൽക്കാനേ പറ്റൂ, അവൻ എൻ്റെ ഫ്രണ്ടാ. പിന്നെ അതുപോലെ ഞങ്ങൾ 2 കുടുംബങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലുവാ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നിങ്ങളെ കരഞ്ഞ് കാല് പിടിച്ചതുകൊണ്ട് മാത്രമാണ് പൈസ കിട്ടാതെ ഒഴിയണ്ട എന്ന് ഞാൻ പറഞ്ഞതെന്ന് വേണു. നവീൻ പറയുമ്പം ഒഴിയാൻ സമ്മതമില്ലെന്ന് തന്നെയാണ് പറയാൻ പോകുന്നത് അനാമിക. ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം തലവേദന ഒഴിഞ്ഞു പോകാനെങ്കിലും നിങ്ങൾ ആവശ്യപ്പെടുന്ന തുക അവർ തന്നെന്നിരിക്കും എന്ന് നവീൻ പറയുവാണ്. പൈസയ്ക്ക് പഞ്ഞമില്ലാത്ത കുടുംബമല്ലേ. എന്തായാലും ഇന്ന് ജഡ്ജിയെ കാണുമ്പോൾ നിന്റെ സംസാരം പോലെ ഇരിക്കും ഈ കേസിൻ്റെ പോക്കെന്ന് വേണു. അപ്പോഴേക്കും വേണുവിനോടും മകളോടും നവീൻ പറയുമ്പം നീ ആഞ്ഞു ശ്രമിക്കാൻ പറയാ, കഴറിഞ്ഞു മെഴുകിയാലും കുഴപ്പമില്ല, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന അച്ഛൻ പറഞ്ഞ് മകളെ പറഞ്ഞു വിടുക. 2 പേരും കോടതിയിൽ ജഡ്ജിയുടെ മുന്നിലെത്തി. 2 കൂടി സംസാരിച്ചിരുന്നോ എന്ന് ജഡ്ജി ഇവരോട് ചോദിച്ചു. അനാമികയാണ് ദയനീയമായിട്ട് എങ്ങനെ ഇരിക്കാം, ഞങ്ങൾ അനിയേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നു, പക്ഷേ അവിടെയുള്ളവരെ ഞങ്ങളെ തല്ലി ഇറക്കുമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഭയങ്കര കരച്ചിലും. അങ്ങനെ ചെയ്തോ എന്ന് ചോദിച്ചു ഈ ജഡ്ജി അനിയോട്. ചെയ്തത് വെറുതെ ഒന്നുമല്ല മാഡം, ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ അനാമിക നിന്ന് ഭയങ്കര കരച്ചില്ല. അപ്പം ചെയ്തു എന്ന് പറഞ്ഞു അനിയെ. അത് എൻ്റെ മുത്തശ്ശ ഇവളുടെ കരണത്തടിച്ചതെന്ന് പറയണു. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ബന്ധം പിരിയാൻ വലിയ തുകയാണ് ഇവർ ആവശ്യപ്പെട്ടതെന്നുള്ള കാര്യം പറയുന്നു അനി. അപ്പോൾ ഗതി കെട്ടതുകൊണ്ട് അങ്ങനെ ആവശ്യപ്പെട്ടു പോയതാണെന്ന് അനാമിക. ഒരു കല്യാണത്തോടെ കടം കയറിയ കുടുംബമാണ് ഞങ്ങളുടേതെന്നും ഇനി എനിക്ക് ജീവിക്കേണ്ട മേഡമെന്നും കരഞ്ഞുകൊണ്ട് ചോദിക്കുക. കുട്ടി ചെയ്ത തെറ്റിനെക്കുറിച്ച് നല്ല ബോധം ഉണ്ടല്ലേ എന്ന് ചോദിക്കുമ്പം ഉണ്ട് മേഡം, പക്ഷേ എനിക്ക് പനിയേട്ടൻ്റെ കൂടെ കഴിയണമെന്ന് തന്നെയാ, അതുകൊണ്ട് എനിക്ക് നഷ്ടപരിഹാരം ഒന്നും വേണ്ട, ഞാനുമായിട്ടുള്ള ബന്ധം പിരിയാതിരുന്നാൽ മാത്രം മതി എന്ന് ഈ അനാമിക പറയുന്നു. അതിനുവേണ്ടി ഇനി എന്ത് കോംപ്രമൈസിനും ഞാൻ തയ്യാറാണ്, അത് വേണമെങ്കിൽ ഞാൻ എഴുതി തരാമെന്നും അനാമിക പറയുന്നു. മേഡം നോക്ക്, ഇത് കണ്ടു മേഡം, ഞാൻ ഇപ്പോഴും ഈ താലിമാല പരിശുദ്ധിയോടെ സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അതും എടുത്ത് കാണിച്ചു കൊടുത്തു. ഇതെൻ്റെ കഴുത്തിൽ തന്നെയുണ്ട്, ഇതുവരെ ഒന്നും ഞാൻ ഊരി വെച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. മേഡം സ്വർണത്തിന് വില കൂടിയ സമയത്ത് ഒരു ആവശ്യം വരികയാണെങ്കിൽ കൊടുത്ത് കാശ് വാങ്ങിക്കാനാണ് ഇവളിത് കഴുത്തിലിട്ടിരിക്കുന്നത് എന്ന് അനി പറയുക. അന്നേരം അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ മേഡം, അത്രയ്ക്ക് ദാരിദ്ര്യമൊന്നും ഞങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ് അനാമിക. മേഡം ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇനി ഇവൾക്കൊപ്പം ഒരു നിമിഷം പോലും എനിക്ക് താമസിക്കാൻ പറ്റില്ല മേഡം എന്ന് അനി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടോ, വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെയും നിങ്ങൾ ആൺകുട്ടികൾക്ക് പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റും, പക്ഷേ അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന നഷ്ടം, മാനസിക സമ്മർദ്ദമൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും എന്ന് ജഡ്ജി പറയുക. അതുകൊണ്ട് തനിക്ക് ഒന്നുകൂടി ആലോചിച്ച് ഒരു പോസിറ്റീവ് തീരുമാനം എടുത്തൂടെ എന്ന് ചോദിക്കുമ്പം മേഡം എന്തുകൊണ്ടാണ് ഞാൻ ബന്ധം പിരിയുന്നതെന്ന് കോടതിയിൽ വ്യക്തമാക്കിയതാണ്, എല്ലാം തെളിവ് സഹിതം കോടതിക്ക് ബോധ്യപ്പെട്ടതുമല്ലേ എന്ന് അനി ചോദിക്കുമ്പം എടോ എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നുണ്ടോ എന്നും ഇന്നത്തെ തലമുറ കൂടുതലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയിട്ടുള്ളവർ തന്നെയാണെന്ന് ജഡ്ജി പറയണു. എന്ന് വെച്ച് അവരത് ജീവിതകാലം മുഴുവനും ഫോളോ ചെയ്യുവോടോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ അനാമികയ്ക്ക് സന്തോഷമായി തുടങ്ങിയിട്ടോ. പ്രായത്തിൻ്റെ പക്വത കുറവുകൾ കൊണ്ട് ചില തെറ്റുകളും കാര്യങ്ങളൊക്കെ സംഭവിക്കും, പിന്നെ എന്നാൽ ഇതുപോലെ ഓരോരോ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ മോചനം നേടാനും ശ്രമിക്കും. അതല്ലേടോ ലൈഫ് എന്നൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ മേഡം ഇവൾക്കും ഇവരുടെ വീട്ടിലുള്ളവർക്കും പണത്തിനോട് ആർത്തിയാണ്, അല്ലാതെ ആരോടും ഒരു തരി സ്നേഹം പോലും ഇല്ല, ആരെയും ഇവരാരും മനുഷ്യരായി കാണുന്നത് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ അനിയ നേരം. എന്തായാലും പെൺകുട്ടികൾ കോടതിക്ക് മുൻപിൽ അവരുടെ സങ്കടം പറയുമ്പോൾ അതിനൊരു പരിഹാരം കാണാതെ പെട്ടെന്ന് ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു ഈ ജഡ്ജി. അതിപ്പോൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അങ്ങനെ തന്നെയാണെന്ന് പറയാണ്. പിന്നെ താനിപ്പോൾ ബന്ധം പിരിയണ്ട എന്ന് പറയുകയാണെങ്കിൽ ഒന്നുകൂടി ആലോചിക്കാനുള്ള സമയം തരും എന്ന കാര്യം പറയുന്നു. എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ അനിയെല്ലാം കയ്യിൽ നിന്ന് പോയി.
അത് കഴിഞ്ഞിട്ടേ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കത്തുള്ളൂ എന്നും ആ മേഡം പറഞ്ഞു. മേഡം, അടിമുടി ക്രിമിനൽ സ്വഭാവമുള്ളൊരു പെൺകുട്ടിയാണ്. ഇവളെ അതിലേക്ക് നയിച്ച ഒരു കുടുംബത്തെയും എങ്ങനെയാ മേഡം ഒരു പുരുഷൻ ഉൾക്കൊള്ളാൻ കഴിയുന്നത് എന്ന് അനി അന്നേരം ചോദിച്ചു. അതൊക്കെ പറയുന്നത് ശരിയാണ്. ഈ കുട്ടി ഇങ്ങനെ മുന്നിലിരുന്ന് കരയുമ്പോൾ പെട്ടെന്നൊരു ഡിസിഷൻ പറയാൻ എനിക്ക് പറ്റുന്നില്ല എന്നാ മേഡം പറയുന്നു. ഈ അനാമിക കരച്ചിലിൻ്റെ ശബ്ദവും കൂട്ടി. ഏതായാലും ഒരു 3 മാസം കൂടി കഴിയട്ടെ, അതിനുശേഷം നമുക്ക് ഈ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താമെന്ന് ആ മേഡം പറയുവാണ്. ഇത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് കയ്യിൽ നിന്ന് പോയി. അയ്യോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ അനാമിക. ഒന്നുകൂടി നിങ്ങൾ ചിന്തിക്കൂ, ചിലപ്പോൾ തൻ്റെ മനസ്സ് മാറിയാലോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ, മേഡം, ഇവളെ വിവാഹം കഴിച്ചതിന് ശേഷം എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായ തിരിച്ചടികൾ എനിക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അങ്ങനെ ഒരാൾക്ക് ഡിവോഴ്സ് അല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്ന് അനി. അന്നേരം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളൊരു സമയം തരണം. അതിനുശേഷം നിങ്ങൾ രണ്ടാളും കൂടെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്നൊരു തീരുമാനത്തിൽ എത്താൻ കഴിയും. അതാണ് ഇത്തരം കേസുകളിൽ ഞങ്ങൾ സ്വീകരിക്കാറുള്ള നിലപാട് എന്ന കാര്യവും പറഞ്ഞ് ജഡ്ജി ഇവരെ പറഞ്ഞു വിടുക. 3 മാസം കഴിഞ്ഞ് ഇവിടുന്ന് വിളിക്കുക, അപ്പോൾ വന്നാൽ മതിയെന്നും പറഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന പുറത്ത് നിന്ന് വേണു സാമ്പത്തിക തകർച്ചയെപ്പറ്റി സംസാരിക്കുക. എങ്കിലൊരു 10 തലമുറയ്ക്ക് ജീവിക്കാനുള്ളതൊക്കെ അനന്തപുരിയിലുണ്ടെന്നാണ് വേണു പറയുന്നത്. അതും നവീനോടാണ് പറയുന്നത്. പൈസ വാങ്ങിച്ചിട്ട് കാലുമാറുന്ന ഇനങ്ങളല്ലേ നീയൊക്കെ, അതുകൊണ്ടാണ് അവരിതിന് തയ്യാറാവാത്തതെന്ന് പറയണം. കോടതിയിൽ വെച്ച് സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയാൽ മതിയല്ലോ, പിന്നെ വാക്ക് മാറ്റാൻ പറ്റുമോ എന്ന് വേണു. അപ്പോഴത്തേക്ക് അനി ഇറങ്ങി വന്നു. എന്തായി കാര്യങ്ങൾ? അപ്പം ദേ ഇയാളെയൊക്കെ ഈ നിൽക്കുന്ന നിപ്പത്തിനൊക്കെ ഒത്തിച്ച് കളയേണ്ടതാണെന്ന് അനി. എന്തു പറ്റിയടാന്ന് നവീൻ ചോദിച്ചു. എടാ, പൈസ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ദേ ഇവളുണ്ടല്ലോ ആ ജഡ്ജിയുടെ മുന്നിലിരുന്ന് പൊട്ടിക്കരയുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നവീൻ ഇങ്ങനെ ഇവരെ നോക്കി ചിരിക്കുക. നവീൻ അടിയിൽ കൂടെ വാരുകയാണെന്നുള്ളത് ഇവർക്ക് മനസ്സിലാകുന്നില്ല. അത് മോനെ അനി, അത്ഭുതമൊന്നുമല്ല, മോൾക്ക് ഇപ്പം നിന്നോടൊപ്പം ജീവിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അല്ലേ മോളെ എന്ന് വേണ്ടി ചോദിക്കുമ്പം എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടോ എന്ന് അനി. കോടതി വളപ്പിലെടുത്ത് തന്നെ തല്ലാനുള്ള അവസരം താൻ ഉണ്ടാക്കരുതെന്നും പറഞ്ഞു. പിന്നെ എടി, പൈസ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ ജഡ്ജിയുടെ മുന്നിൽ എത്ര കരഞ്ഞ് കാല് പിടിച്ചാലും കാലാണ് നിനക്കൊന്നും തരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിലേ ഈ കേസ് കുറേ കാലം അങ്ങ് നീണ്ടു പോകുമെന്ന് അനാമിക അനിയോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണത്തില്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.